ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. ഈ വീട്ടില് സ്മോൾ സ്കെയിലായിട്ട് ബിസിനസ് നടത്തുന്ന എന്നെ പോലുള്ളവർ ചെലവൊന്നും കൂടാതെ വാടക കൊടുക്കാതെ ടാക്സ് അടയ്ക്കാതെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. മേ ബി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ടാവാം. പക്ഷെ എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു മാസത്തെ നമ്മൾ കൊടുത്ത കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്കി നിൽക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല റിവ്യൂസ് മാത്രമാണ്. നമ്മുടെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അത്രയും മനസ്സ് തട്ടിയിട്ടുള്ള സന്തോഷം നൽകുന്ന മാക്സിമം ക്വാളിറ്റിയിൽ എത്ര രുചി കൂട്ടാൻ പറ്റുന്നോ അത്രയും രുചി കൂട്ടിയിട്ട് കൊടുക്കാന്നാണ് എൻ്റെയൊക്കെ ഒരു ഉദ്ദേശം. അവിടെ ക്യാഷ് എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്, ഒരു സെക്കൻഡറി എയിം അങ്ങനെ വേണമെങ്കിൽ പറയാം. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആക്ട്രസ് ലെനൻ്റെ ഒരു ഇൻ്റർവ്യൂ എൻ്റെ കണ്ണിലുടക്കി. ആളതിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ വളരെ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിൽ ക്യാഷാണ് നമ്മുടെ പ്രൈമറി എയിമെങ്കിൽ ആ ബിസിനസ് ലോങ് റണ്ണായി പോയില്ല. നേരെ മറിച്ച് നമ്മുടെ ഉദ്ദേശം ഏറ്റവും നല്ല പ്രൊഡക്ട്സ് കൊടുക്കുക, അതല്ലെങ്കിൽ ഏറ്റവും നല്ല സർവീസ് ഓഫർ ചെയ്യുക എന്നൊക്കെയാണെങ്കിൽ അവിടെ ക്യാഷ് എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചേരും. നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവും. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മുടെ ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് ഈ സമയവും കടന്നുപോകും. കാരണം എൻ്റെ ലക്ഷ്യം പണമല്ല, ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന രുചികളാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ കൂടുതൽ പേരിൽ എത്തുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്.